ഈ കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ ഒരുപാട് നല്ലൊരു എന്താ പറയുക ടേണിംഗ് പോയിന്റ് ആണ് വിഷ്ണുവിന് ശരിക്കും തന്നത്. കുഞ്ഞുനാൾ മുതലേ കലയോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു. ശരിക്കും ഭയങ്കര ഒരു ആക്ടർ ആവണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ചെറുപ്പം മുതലേ ആക്ടർ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സ്കൂളിലെ കൂട്ടുകാരൊക്കെ പറയും ഇവൻ വലുതാവുമ്പോൾ സിനിമ നടനാവട്ടെന്നൊക്കെ പറയും. അപ്പം ഞാൻ വേറെ ജോലിക്കൊന്നും പോയിട്ടില്ല. നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണോ ബുദ്ധിയില്ലായ്മ കൊണ്ടാണോ എന്നറിയില്ല. എൻ്റെ ഉള്ളിനുള്ള ഞാൻ എന്തായാലും സിനിമ നടനാവാനുള്ള ആളാണല്ലോ. ഞാൻ വേറെ ഒന്നിനും വേണ്ടി അങ്ങോട്ട് പോയിട്ടില്ല. ഞാൻ ഡിഗ്രി വേറെ ഒന്നിനും ഞാൻ ബികോം ഫസ്റ്റ് ക്ലാസ് ആണ്, മഹാരാജസിലാണ് പഠിച്ചത്. അപ്പോഴും എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിയുമ്പോഴത്തേക്കും സിനിമയിൽ അപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഓരോ പടത്തിലൊക്കെ ചെറിയ വേഷമൊക്കെ കിട്ടും. അപ്പോൾ ഇത് കഴിഞ്ഞ് കട്ടപ്പനയിൽ ഹീറോ ക്യാരക്ടറൊക്കെ അഭിനയിച്ചതിന് ശേഷം ഇൻ്റർവ്യൂ ഒക്കെ എടുക്കുമ്പോൾ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ നിങ്ങൾക്കൊരു നായകനാവാൻ പറ്റുമെന്ന്. അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോഴാണ് അപ്പോഴാണ് ഞാൻ തിരിച്ചറിയണത് അത് ശരി, അപ്പോൾ നമ്മളൊന്നും നായകനായിട്ടൊന്നും. അല്ല ശരിക്കും ഞാൻ ചോദിക്കുന്ന അതിനകത്തൊരു ഡയലോഗ് തന്നെ അങ്ങനെ പറയുന്നുണ്ട്, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ വരെ എന്നതും അതുമല്ല. ശരിക്കും അതേപോലെ ആ ഒരു ക്യാരക്ടർ കഷ്ടപ്പെട്ടതുപോലെ ഒരു ആക്ടർ ആവാൻ വിഷ്ണു ശ്രമിച്ചിട്ടുണ്ടോ? അത് ഈ കട്ടപ്പനയിലെ ഋത്തിക് റോഷനിലെ കിച്ചു എന്ന് പറയുന്ന കഥാപാത്രം ഒരു കുറേയൊക്കെ ഞാനും ആണ് അതില്. ഞാൻ മാത്രമല്ല, നമ്മുടെ നാട്ടിലെ സിനിമാ മോഹമായിട്ട് നടക്കണ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അവരുടെയൊക്കെ ഒരു പ്രതിനിധിയാണ് അതിലെ ക്യാരക്ടർ. അതിനകത്തെ ക്യാരക്ടറിനകത്ത് ശരിക്കും പറഞ്ഞാൽ അമ്മയോടൊക്കെ ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ള ഒരു ക്യാരക്ടർ അല്ലെ. അതിനകത്ത് ഒരു ഭയങ്കര സെന്റി ആയിട്ടൊരു ഡയലോഗ് ഉണ്ട് ഇല്ലേ മോളെ? എല്ലാവർക്കും അറിയാം. അത് അമ്മയോട് ചൂടാവാൻ നേരത്ത് ദാസപ്പ നീ എന്തിനാണ് ഈ അമ്മയോടൊക്കെ ചൂടാവണേ ചോദിക്കണ. അപ്പൊ ചോദിക്കേ മൊത്തം ചോദിക്കേ ഞങ്ങൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് തന്നെ ചോദിക്കണം. പിന്നെ അല്ലാണ്ട് അത് കേൾക്കാനാ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ദാസപ്പന്റെ മറുപടി പറയണം. അന്ന് എന്നോട് പറയൂ, ഞാൻ പറയാം. ദാസപ്പന്റെ മറുപടി എന്താന്ന് ഓർമ്മയുണ്ടോ? ധർമ്മേട്ടൻ പറയണ മറുപടി ഞാൻ പറയാം. അല്ല പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ടായിരുന്നു. പറയൂ ആ ഡയലോഗ് ഒന്ന് പറയും. എടാ ദാസപ്പ നീ അമ്മയോടൊന്നും ഇങ്ങനെ ചൂടാവില്ല കേട്ടോ. മറുപടി പുള്ളി പറഞ്ഞ നമുക്ക് ഈ ലോകത്ത് നമ്മളെ വിട്ട് പോവില്ല എന്ന് ഉറപ്പുള്ള ഒരേ ഒരാളുകൾ അത് നമ്മുടെ അമ്മയാണ്. ഇതാണ് ദാസപ്പൻ പറയണ മറുപടി. അതുകൊണ്ടാണ് ആ തരത്തിലാണ് നമ്മൾ ചൂടാണ്. അപ്പം കിച്ചു പറയും അത് വെറുതെ തോന്നണ കേട്ടോ, നിൻ്റെ അമ്മ കൂടെ ഉള്ളോട് തോന്നണ കേട്ടോ, നാളെ ഇവരില്ലാത്തൊരു സമയം വരും. അപ്പോൾ ഭയങ്കര സങ്കടമാടാ, നമുക്ക് സഹിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു.